ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പലപ്പോഴും വരുന്നൊരു ആശങ്കയാണ് ഈ സ്വത്ത് നമ്മൾ LLCക്ക് മുന്നിൽ വന്നാൽ അതല്ലെങ്കിൽ ഈ ഒരു ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്താലൊക്കെ ഈ സ്വത്ത് പിന്നീട് സർക്കാരിലേക്ക് പോയി പോകുമെന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ആൾക്കാർ ഫോണിലൊക്കെ വിളിക്കുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് എനിക്ക് തന്നെ അനുഭവമുണ്ട്. കുറേ അധികം തെറ്റായ രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് സമൂഹത്തിൽ പോകുന്നുണ്ട്. അതായത് ഭിന്നശേഷിക്കാരുടെ സ്വത്ത് അറിയിച്ചു കഴിഞ്ഞാൽ സർക്കാരിലേക്ക് പോകും, അതല്ലെങ്കിൽ ഇത്തരം ഒരു കുട്ടി ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടക്കില്ല. ഇതൊക്കെ തെറ്റായ വിവരങ്ങളാണ്. അതായത് ഇവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഭിന്നശേഷിക്കാരായ വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ അവകാശം ആരും തട്ടിയെടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തൽ മാത്രമാണ് ഈ പ്രോസസ്സിലുള്ളത്. ഇതുകൊണ്ട് ഒരു രജിസ്ട്രേഷനും തടസ്സമില്ല, വിൽക്കാൻ തടസ്സമില്ല, പാർട്ടീഷൻ ചെയ്യാൻ തടസ്സമില്ല, മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും തടസ്സമില്ല. പക്ഷെ ഭിന്നശേഷി വ്യക്തിയുടെ അവകാശം ഈ കമ്മിറ്റി ഒന്ന് പരിശോധിച്ച് അത് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ കാലശേഷം ഈ സ്വത്ത് സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിക നിയമത്തിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ പൊതു ജനറൽ ലോയിൽ എങ്ങനെയാണോ ആ രീതിയിലേക്ക് സ്വത്ത് പോവുകയും ചെയ്യും. അതിലൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. അത് ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് നടപടിക്രമം സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ കാര്യമാണ്. ഒരു അപേക്ഷ നൽകണം, ഹിയറിംഗ് കഴിയണം, ഒരു ഓർഡർ വേണം, കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഈ വ്യക്തിയെ സ്വന്തം ജീവനോളം സംരക്ഷിക്കുന്ന മാതാപിതാക്കളുടെ കാലശേഷം പോലും അവരെ പലരും സംരക്ഷിക്കാൻ തയ്യാറാവുന്നത് ഇവരുടെ പേരിൽ സ്വത്തും ഈ സ്വത്ത് വേറെ ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല, രജിസ്ട്രേഷൻ നടക്കില്ല എന്നുള്ള നിയമമൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് തന്നെ അനുഭവമുള്ള കേസുകളുണ്ട്. അച്ഛനും അമ്മയും മരണപ്പെട്ട് മറ്റ് സഹോദരങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി, കോടിക്കണക്കിന് ആസ്തി പല ഭാഗത്തേക്കും ഉണ്ടായിട്ടും ഈ വ്യക്തിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയും കടത്തിണ്ണയിൽ കിടന്നുറങ്ങുകയും വേണ്ട കേസ് പോലും മലപ്പുറം ജില്ലയിൽ മുന്നേ വന്നിട്ടുള്ളതാണ്. അത് ഈ കമ്മിറ്റി ഇടപെട്ട് അവരുടെ സ്വത്തൊക്കെ പാർട്ടിഷൻ ചെയ്തതെല്ലാം തിരിച്ച് പിടിച്ച് ഈ വ്യക്തിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ജീവിതം ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം ചില അനുഭവങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഇത് ഒരിക്കലും ഈ സ്വത്ത് സർക്കാരിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ സ്വത്തിൻ്റെ മറ്റവകാശികളെ സഹോദരങ്ങളെയോ മറ്റവകാശികളെ ബുദ്ധിമുട്ടിക്കാനുള്ള നിയമമല്ല, ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമം മാത്രമാണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ പാർട്ടീഷന്റെ കാര്യമാണ് സാറ് പറഞ്ഞത്. അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ് ഇതിന്റെ വിൽപ്പന നടത്തുന്ന കാര്യം. ഇപ്പം വിൽപ്പന നടത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 50 സെന്റ് സ്ഥലം വിൽപ്പന നടത്തും, ഒരു 5 സെന്റിന്റെ തുക ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടിക്കുള്ളതായി. പിന്നെ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ തുക എത്രയാണോ അത് അതിന്റെ ഒരു വാല്യുവേഷന് ഔദ്യോഗികമായിട്ട് അതിന്റെ കണക്കെടുപ്പ് നടത്തി ആ തുക എന്ത് ചെയ്യണം, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ആളെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ആ ആളുടെ പേരിൽ എക്കാലവും അത് അവൻ്റെ ഒരു ഈ ഭിന്നശേഷിക്കാരൻ്റെ ഒരു സമ്പാദ്യമായിട്ട് അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ആണെങ്കിലും അതൊക്കെ ഇവരെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും പറ്റും. അപ്പം തീർച്ചയായിട്ടും ഈ നിയമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ഗുണഫലം ഭിന്നശേഷിക്കാർക്ക് കിട്ടാൻ വേണ്ടി ആയിരിക്കട്ടെ നമ്മളെ ശ്രമങ്ങൾ.